സുഭാഷ് ഓൾവേസ് ഫ്രീ എന്നുള്ള ഈ യൂട്യൂബ് ചാനലിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് കഞ്ഞിക്കട എന്നുള്ളതിന് ഞാൻ ഇത്തിരി ഭംഗിയായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള സമയത്ത് അദ്ദേഹം എന്താ ചെയ്യണമെന്ന് ചോദിക്കും. എന്തെങ്കിലും വന്നു കൊടുത്തു വെച്ച് കാണാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നേ ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു നല്ലൊരു കഞ്ഞിക്കടയുണ്ട്, കലാകാരൻ്റെ കഞ്ഞിക്കട എന്ന് പറയും. ആ കഞ്ഞിക്കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ MG റോഡിൻ്റെ ഈ പാലം കയറി നേരെ ഈ റൈറ്റ് സൈഡിലോട്ട് അവർ തിരിയും. ചെറിയൊരു റോഡാണ് കേട്ടോ. കാരണം ചെറിയ റോഡ് പറഞ്ഞാൽ ഇങ്ങനെ കാണില്ല എന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ വലിയൊരു റോഡാവും കേട്ടോ. അവിടെ നോക്കുമ്പോൾ ഈ സൈഡിൽ മാരിയമ്മ കോവിൽ കാണും. റൈറ്റ് സൈഡ് ഇതിങ്ങനെ ഒരു പുരാതനമായിട്ടുള്ളൊരു മാരിയമ്മ കോവിലാണിത്. വളരെ വർഷമൊക്കെ പഴക്കമുണ്ട്. ഉച്ച സമയം കാരണം ഇതൊക്കെ അടച്ചിരിക്കുക. ഇവിടെ എത്തുമ്പോൾ റോഡ് നല്ല വീതിയൊക്കെ ഉണ്ട്. നല്ല വീതിയൊക്കെ ഉള്ള റോഡാണ്. വണ്ടികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലൊക്കെ പോകാൻ നല്ലതാണ്. അതുകൊണ്ട് ഈ കഞ്ഞിക്കടയിലേക്ക് വരാനൊക്കെ വണ്ടിയായിട്ട് വരുന്നവർക്കും വളരെ സൗകര്യമാണ് കേട്ടോ. ഈ സൈഡിൽ കൂടെയുള്ള ഇത് കൂടെ നമ്മൾ കയറി കേട്ടോ. ഇതിനൊരു 15 മീറ്റർ ഒരു 20 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഈ കഞ്ഞിക്കടയിലേക്ക്. അതാണ് കലാകാരൻ്റെ കഞ്ഞിക്കട. നമ്മൾ ഈ സോളാറിലാണ് ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത്. അല്ല, ഫാനൊക്കെ ആൾ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ പണ്ട് ശാസ്ത്രമേളയ്ക്കൊക്കെ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും. നല്ല കാറ്റാണ് കേട്ടോ. കഞ്ഞിക്ക് 40 രൂപയും താറാവ് ഓംപ്ലേറ്റ് ഉണ്ട് കേട്ടോ അവിടെ. അതാണ് പ്രത്യേകത. 20 രൂപ. സാധാ ഓംപ്ലേറ്റിന് 15 രൂപ. ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. വാട്ടർ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇവിടെ വെള്ളം, കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ എടുക്കുക. അത് ഭയങ്കര പ്രത്യേകതയാണ്. കാരണം ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ കഞ്ഞിയിൽ മോര് ഒഴിക്കും. മോര് എന്ന് പറഞ്ഞാൽ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള മോരാണ്. പിന്നെ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ അദ്ദേഹം ഉണ്ടാക്കുന്ന അച്ചാർ, പല പല അച്ചാർ ഉണ്ടാക്കും. ദിവസം നാരങ്ങയാണെങ്കിൽ ഒരു ദിവസം മാങ്ങ, അങ്ങനത്തെയൊക്കെ വെറൈറ്റിയാണ് ഇവിടെ. പിന്നെ പപ്പടമൊക്കെ ഉണ്ട്. ഉപ്പേരി, രക്ഷയില്ലാത്ത ഉപ്പേരിയാണ് ഇവിടെ. അതെ, ഓക്കെ. ഇപ്പം അടുത്ത് പരിസരത്ത് നമുക്ക് കുറച്ച് മാറിയിട്ട് കഞ്ഞിക്കട കൊണ്ടേലും കൂടിയിട്ട് ഇവിടെ പ്രിഫർ ചെയ്യും കഴിക്കാനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഫ്ലക്സ് ഒക്കെ വന്നപ്പോൾ ആർട്ടിസ്റ്റുമാർക്കൊന്നും വർക്കുകളില്ലാണ്ടായി. സ്ക്രീൻ പ്രിൻറ്റിങ് വരെ ഇല്ലാണ്ടായി. നമുക്ക് സ്ക്രീൻ പ്രിൻറ്റിങ്ങൊക്കെയും തുണിയിൽ സ്ക്രീനിൽ ബാനർ വരെ 8 അടിയിലേക്ക് അടിച്ചിരുന്നതാണ്. ഈ ഫ്ലക്സ് വന്നപ്പോൾ അത് കഴിഞ്ഞില്ലേ. ക്ലേ മോഡൽ വർക്ക്, തെർമോകോളിൽ കട്ടിങ്, അങ്ങനത്തെ വർക്ക്, എല്ലാ വർക്കുകളും ഉണ്ടായിരുന്നു ഇതിനുള്ളിൽ. ഇങ്ങനെ കുറച്ച് ബാക്കിലേക്ക് ആയപ്പോൾ ജീവിക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു ടിഫിൻ സ്റ്റാൾ തുടങ്ങിയതാണ് ആദ്യമായിട്ട്. കഞ്ഞിയുടെ പരിപാടി ആദ്യം ഉണ്ടായിരുന്നില്ല. ഒരു ടിഫിൻ സ്റ്റാൾ തുടങ്ങി. ഇവരോടൊന്ന് ലൈസൻസ് ഇതൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലൈസൻസ് തരാൻ പറ്റില്ല, ഇതൊരു ഷെഡല്ല, കണക്ഷൻ തരാൻ പറ്റില്ല, ഇവിടെ അങ്ങനെ ഷെഡിലേക്കൊന്നും മീറ്റർ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും തുടങ്ങല്ലേ, എന്തെങ്കിലും വന്നു കൊടുത്ത് വെച്ച് കാണാം. അങ്ങനെ ഈ പരിപാടിയിൽ തുടങ്ങി. അവിടെ നിന്ന് ഒരു മാസമായപ്പോഴേക്കും കഞ്ഞി പരിപാടി തുടങ്ങി. ഒരു മാസമായപ്പോഴേക്കും ടിഫിൻ്റെ അത് വിജയിച്ചു. നമ്മൾ ഒറ്റയ്ക്ക് ലൈവായിട്ട് കൂടി ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ. കാരണം കണ്ടമാനം ആൾക്കാരെ വരിക. ജോലിക്ക് പോയവർക്ക് അവിടെ നിന്ന് പോകുന്നതൊക്കെ വല്ലവരും ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമസ്കാരം, ഇത് രാജേട്ടൻ. ഞാൻ നിങ്ങളെ പരിചയമുള്ള വെട്ടുകിളി പ്രകാശ്. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഇനിഷ്യേഷൻ എടുത്തതാണ്. ചില വ്യക്തികളെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ കർമ്മ കുശലതകൾ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള അനുരണനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ എന്നെ വിസ്മയിപ്പിച്ച ഒരാളാണ് രാജേട്ടൻ. രാജേട്ടൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഞ്ഞി അന്ന ഭോജനശാലയിലാണ് നമ്മൾ നിൽക്കുന്നത്. കഞ്ഞിക്കട എന്നുള്ളതിന് ഞാൻ ഇത്തിരി ഭംഗിയായിട്ട് പറഞ്ഞാണ്. അത് ഒരു രാവിലെ 10 തൊട്ട് ഉച്ചരിഞ്ഞ് 2:30 വരെ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള സമയത്ത് അദ്ദേഹം എന്താ ചെയ്യണമെന്ന് ചോദിക്കും. അദ്ദേഹം വെറൊരു കച്ചവടക്കാരനല്ല, വലിയൊരു കലാകാരനാണ്. അത് ഹൃദയം തൊട്ട് ഞാൻ പറയുന്നു. കാരണം കലയുടെ ഒരുപാട് കലവറകളിലൂടെ നടന്ന് ജീവിതത്തിൻ്റെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയൊരു മനുഷ്യനാണ്. അതിജീവനത്തിന് വേണ്ടിയിട്ട് കച്ചവടം തുടങ്ങി എന്നുള്ളതല്ല, തന്നിലെ കലാസൗകര്യ മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കച്ചവട സംരംഭം തുടങ്ങിയതാണ്. സത്യത്തിൽ ചിത്രകാരനാണ്. പഴയ തൃശ്ശൂർ ഫൈൻ ആർട്സ് സ്കൂളിൽ നിന്ന് ഡിപ്ലോമ നേടിയതിന് ശേഷം അദ്ദേഹം ഒരുപാട് കാലം ഒരുപാട് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത മനുഷ്യനാണ്. പിന്നെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തൃശ്ശൂർ വന്ന് ഒരു വലിയ സംരംഭമായിട്ട് പരസ്യ സ്ഥാപനം തുടങ്ങി. അത് മാനേജ്മെൻറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവക്കുറവാണ്. എല്ലാ കലാകാരന്മാരും എല്ലാത്തിലും വൈഭവമുള്ളവരായിരിക്കില്ല. എല്ലാ മേഖലയിലും ചില മേഖലകൾ അവർക്ക് തീരെ അവരുടെ മനസ്സിൻ്റെ ഒരു ഡൈജഷന് ചേർന്ന രീതിയിലാവില്ല. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം തൻ്റെ
ചിത്രരചന, പെയിൻറ്റിങ്ങുകൾ, അതിനോടൊപ്പം തന്നെ തനിക്ക് നിലനിന്ന് പോകാനായിട്ട് ഈ അന്നഭോജനശാലയുടെ ഒരു ദിവസത്തിൽ പരിമിതമായിട്ടുള്ള സമയത്ത് മാത്രം അത് കൊടുത്ത് തൻ്റെ അതിജീവനത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യും. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മ്യൂസിക് സെക്ഷനിൽ നല്ല അവഗാഹമുള്ള ഒരു പ്രതിഭയാണ്. കാരണം അദ്ദേഹം ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾക്ക് പിയാനോ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഒരു വ്യക്തിയുടെ കഴിവുകളുടെ ഒരു മേളനം നോക്കൂ. യൂട്യൂബ് ചാനലിലെ ആളുകൾ, ഞാനിവിടെ പതിവായിട്ട് കഞ്ഞി കുടിക്കാൻ വരാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ എന്നോട് റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ യൂട്യൂബിൽ ഒരു സംരംഭമുണ്ട്, ചേട്ടൻ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറയും. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. അതുപ്രകാരം ഇത്രയും കൂടി കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ വീക്ഷണത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചതാണ്. അപ്പോൾ രാജേട്ടൻ, സുഭാഷ് ഓൾവേസ് ഫ്രീ എന്നുള്ള ഈ യൂട്യൂബ് ചാനലിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് രാജേട്ടൻ്റെ കലാ എക്സ്പീരിയൻസ്, ഇത് കലാപരമായിട്ടുള്ള ആ പരിചയ സമ്പത്തിന് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം? നമ്മളെ പോലെയുള്ള ആൾക്കാരെ വന്ന് കണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്കൊരു പ്രോത്സാഹനം തരുന്ന ആൾക്കാരാണ് ഇവര്. പിന്നെ ഒരു 5-8 കൊല്ലം മുമ്പാണ് പത്രത്തിലേക്ക്, മാതൃഭൂമി പത്രത്തിൽ എൻ്റെ ആർട്ടിക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഈ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആർട്സിന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഒരു കലാ അധ്യാപനം കൂടിയിട്ടുണ്ട്. സമൂഹത്തിലെ വ്യക്തികൾക്ക് ധൈര്യവും ഉത്തേജനവും അല്ലെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനവും കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാവുന്ന നിലയിൽ ഇങ്ങനെയുള്ള ചാനലുകൾ പെരുമാറണം എന്നുള്ളതാണ് ചേട്ടൻ്റെ. നല്ലൊരു ഇതാണ് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെയുള്ള ചാനലുകാർക്ക് നമ്മളോടൊരു തോന്നിയിട്ടുള്ളത് ചിത്രകല, ഈ പിയാനോ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ എടുക്കണ അതിന്റെ കൂടെ ഇതും എങ്ങനെ തോന്നാതിരിക്കും ചേട്ടാ? ഒരു കലയുടെ ക്യാമ്പസിന്റെ സൈഡിൽ കൂടെ ഒരാഴ്ച പോയാൽ താടി മുടിയും വളർത്തി റോട്ടിൽ നടക്കണുണ്ടാലേ അവൻ്റെ ഒരു അബ്സൈഡിറ്റി, അവൻ്റെ ഒരു അനിശ്ചിതത്വം, അവൻ്റെ അസ്തിത്വപരമായിട്ടുള്ള വേദന, അവൻ്റെ ചിന്ത, അവൻ്റെ പ്രവർത്തനം, മൊത്തത്തിൽ അവനവന് നാശാവുക, കുടുംബക്കാർക്ക് നാശാവുക, സമൂഹത്തിന് നാശാവുക. അങ്ങനെയുള്ളിടത്ത് തന്നെ ചേട്ടൻ വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ജീവിത രീതി കൂടെ ഈ ഒരു കലാ നിപുണത നിലനിർത്തി കൊണ്ടുപോകുന്നത് അല്ലേ? കുടുംബമുണ്ട്, ഇതിപ്പോൾ മോൻ വന്നു വിളിച്ചു, കുട്ടികളുണ്ട്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട എല്ലാ എത്തിക്സും എല്ലാ മര്യാദകളും പാലിക്കുന്നുണ്ട്. ഇത് ചേട്ടനെ ഞങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഉപകാരം എന്താണെന്നറിയോ? എന്തെങ്കിലും കലയുടെ ഒരു അംശമൊക്കെ കിട്ടുമ്പോഴേക്കും തലമറന്ന് എണ്ണ തേക്കുന്ന, ഭൂമി ആകാശം മറന്നു പോകുന്ന ആളുകൾക്ക് ചേട്ടനെ പോലെയുള്ള ഒരു വലിയൊരു മാതൃകയാണ് ചേട്ടൻ. അങ്ങനെയുള്ള മഹത്ത് വ്യക്തികൾ വളരെ സൈലൻ്റായിട്ട്, വളരെ നിശബ്ദമായിട്ട്, വളരെ ഒതുങ്ങിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളെ സ്വയം മറന്ന്, സമൂഹത്തിനെ മറന്ന്, ഈ സൊസൈറ്റിയോടുള്ള ഉത്തരവാദിത്വം മറന്നു ഒന്നും പെരുമാറരുത് എന്നുള്ള വലിയ സിദ്ധാന്തമാണ്, വലിയ തത്വമാണ് ചേട്ടൻ്റെ നമുക്ക് പാർട്ടി. കലാകാരനെ വെച്ചിട്ട് കഞ്ചാവ് അടിച്ചാൽ അതുവരെയുള്ള അങ്ങനെയൊന്നുമില്ല. കഴിവുകേടാണ് അതൊക്കെ കഴിവുകേടാണ്. സത്യത്തിൽ കഴിവ് കേടുകളെ കൊണ്ടാണ് അതിന് ഓടി വിളിക്കണം. അത് ഭയങ്കര ചേട്ടൻ്റെ കലയോടുള്ള ആ ഇഷ്ടം ഇപ്പോഴും, പ്രണയം ഇപ്പോഴും പോയിട്ടില്ല. അതന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നവർ നമുക്ക് അതിൻ്റെ ഇത് നമ്മളിത് ഇങ്ങനെ വരയ്ക്കുന്ന സാധനം കുട്ടികൾക്ക് ഇതാ ഇങ്ങനെ വരയ്ക്കാൻ പോനെ ഇത് പറഞ്ഞു കൊടുക്കുക. നമ്മളിങ്ങനെ 4 തവണ വരയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ കണ്ണടച്ചിട്ട് വരയ്ക്കാം. അതുകൊണ്ട് വിദ്യ കൊടുക്കുന്നതോറും വർദ്ധിക്കുന്നു പറയുന്നത് അതാണ്. അതിപ്പോൾ ഞാനിപ്പോൾ കീബോർഡ് ഇങ്ങനെ വായിക്കുന്നതോറും എനിക്കിത് കൂടുതലോ. ഞാൻ വെറുതെ മിണ്ടാണ്ടിരുന്നാൽ ഞാൻ വരലില്ല. എന്നോട് ക്ലാസ് മോള് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഈ മോള് ക്ലാസ് എടുക്കുന്നത്. മോള് ഫൈൻ ആർട്സ് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്ഥലം മ്യൂറലില് വിദഗ്ധയാണ്. അതാ മ്യൂറൽ ചിത്രകല എല്ലാം വരയ്ക്കും. ഭയങ്കര ഇതാ ചെറിയ ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര ഡിമാൻഡ്. പക്ഷെ ആൾക്കാരില്ല. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാൻ ആൾക്കാരില്ല. അതിനെല്ലാം അത്രയും വർക്കുണ്ട്. ആ പൈസ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം എക്സിബിഷനിൽ വെച്ച ഈ പറഞ്ഞ മാതിരി പോവും. അപ്പോഴേ വിലയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ കലാദേവതയുടെ അനുഗ്രഹം എന്നൊക്കെ പറയണത് അതിങ്ങനെ മുകളിൽ നിന്ന് റൈസായിട്ട് വരുന്നതല്ല. സത്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളിലാണ് അത് പൂക്കുന്നത്, മണം പരത്തുന്നത്, പുറത്തേക്ക് അതിൻ്റെ ഫ്രാഗ്രൻസ് മുഴുവൻ പരത്തി വണ്ടുകളെ ആകർഷിക്കുന്ന പോലെ പുതിയ തലമുറയിലെ കലാകാരന്മാരെ ആകർഷിക്കുന്നതും അവർക്ക് ഒരു പാഠപുസ്തകമായിട്ട് മാറുന്നതും ആയിട്ടുള്ള വലിയൊരു മനുഷ്യൻ. സന്തോഷം ചേട്ടാ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ കഞ്ഞിയൊക്കെ നന്നായിരുന്നു, വിശപ്പൊക്കെ മാറി. അതോടൊപ്പം ഈ തിരക്കിട്ട സമയത്തും സിനി ആർട്ടിസ്റ്റായിട്ടുള്ള വെട്ടുകിളി പ്രകാശ് ചേട്ടൻ നമ്മുടെ ചാനലിൽ വന്ന് 4 വാക്ക് സംസാരിച്ചതിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. നമ്മുടെ ചാനലായ സുഭാഷ് ഓൾവേസ് ഫ്രീ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.